ഹലോ മൈ ഡിയർ, ക്യാച്ച് പിടി. കൊള്ളാലോട്. എന്താ പേര്? മിൻമിനി. മിന്നാ മിനുങ്ങോ? മിൻമിനി. ഇത് മാഡത്തിനോടത്തേക്കോ? ചിമ്മിനി അല്ല മിൻമിനി, ആള് കൊള്ളാലോ. ഞാനിവിടുത്തെ MD ആയാൽ ഈ ക്യാബിനോട് ചേർന്ന് തന്നെ ഒരു ബെഡ്റൂമും കൂടി സെറ്റപ്പ് ആക്കുന്നുണ്ട്. പുകഴ്ത്തനെ. മേ കം ഇൻ? യെസ് പ്ലീസ്. ഒരാൾ കൂടി എസ്കമ്മിനായിട്ടുണ്ട്. ഹായ്. പ്ലീസ് പ്ലീസ് ടേക്ക് യു. വേണ്ട, ഞാനിപ്പോ കഴിച്ചേ ഉള്ളൂ. ഇവിടെ വന്നിരിക്കും. ഇരിക്കാനായിരുന്നു. സർ, ഓ. ടീയോ കോഫി? കടുപ്പം കൂട്ടി ഇങ്ങനെ അടിക്കാത്തൊരു ചായ, പഞ്ചാര കുറച്ച് മതിയേ. ഓക്കെ. മാഡം, ഇദ്ദേഹത്തിന് മാഡത്തിനൊന്ന് പരിചയപ്പെടണോ? ഷുവർ. ഞാൻ ഹംസ. Yes. അല്ല ഹംസൻ. ഹംസൻ MBBS. ഓ, ഡോക്ടർ ആണല്ലേ? അല്ല വക്കീല്. നിനക്ക് മാത്രമേ വക്കീലാകാവോ? ബാക്കി പറ. ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ. ഓ, ഇത്തവണത്തെ ഇയറിലെ കണക്ക് അതെ അതെ. അംബാനിയേക്കാൾ മേലെ പണക്കാരനാണ്. ഇദ്ദേഹത്തിന് ഒരുപാട് ഫാക്ടറീസ്, സ്റ്റാർ ഹോട്ടൽസ്, ബാറുകൾ, എന്തിന് റിസർവ് ബാങ്ക് വരെ ഇദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട്. 3 എണ്ണം. റിസർവ് ബാങ്ക് ആണോ 3 എണ്ണം? അതെ, ഇപ്പൊ 2 എണ്ണം പുതുതായിട്ട് ചെയ്യാൻ പോകുന്നു. ഒന്ന് നെടുമങ്ങാട്, ഒന്ന് കാക്കനാട്. റിസർവ് ബാങ്കേ Yeah. മാഡത്തിനോട് ഇയാളെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പുകഴ്ത്തി പറയണമെന്ന് എന്നോട് പറയാൻ പറഞ്ഞു. എന്തിന്? മാഡത്തിന്റെ ഒരേ ഒരു മോളെ ഇയാൾ കല്യാണം കഴിച്ചിട്ട് മാഡം ഇപ്പൊ ഇരിക്കണ കസേരയില്ലേ, അവിടെ ഇയാൾ കയറിയിരുന്ന് മാഡത്തിനെ ചവിട്ടി പുറത്താക്കുന്നാണ് ഇയാൾ എന്നോട് പറഞ്ഞത് അല്ലേ? എന്റെ പൊന്നു മാഡം, ഇവനെ വിശ്വസിക്കരുത്, കള്ളനാ. ഞാൻ കാല് പിടിക്കാം. ആ സാരി ഒന്ന് പൊക്കിക്കാം. കാല് കാണാൻ വയ്യ. അയ്യോ. തൂക്കിയെടുത്ത് പുറത്തേക്ക് എറിയിടൂ ഇയാളെ. നീ ആനയെ എടുത്ത് കളിച്ചോണ്ടിരുന്നോ? നിനക്ക് ഞാൻ കാണിച്ചു തരാടാ. ഇവിടെ എന്നെ. അയ്യോ പോയേ, അയ്യോ പോയേ. നീ അന്ന് നോവിച്ച് വിട്ടതൊരു പാമ്പിനെയാടാ. ഓ, അപ്പൊ നീയായിരുന്നല്ല ഒറ്റുകാരൻ. അതേടാ, ഞാൻ ഒറ്റുകാരനായും പറ്റുകാരനായും പറ്റിക്കൽക്കാരനായും പല ടൈപ്പിൽ വരും. ഞാനായിട്ട് നിന്നെ ഇവിടെ കയറ്റിയിരുത്തി, ഞാനായിട്ട് തന്നെ നിന്നെ